കെഎസ്ഇബിക്കെതിരെയും CAG ഓഡിറ്റ് റിപ്പോർട്ടിൽ വിമർശനം. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ കെഎസ്ഇബി ശമ്പള പരിഷ്കരണം നടപ്പാക്കിയെന്നും റിപ്പോർട്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികളിലും പാളിച്ച ഉണ്ടെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കെഎസ്ഇബിക്കെതിരെയും CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. 26,401.16 കോടിയുടെ ഫണ്ട് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന് നൽകിയില്ല. ഇതുമൂലം വിരമിക്കൽ ആനുകൂല്യങ്ങൾ, പെൻഷൻ മുതലായവയ്ക്ക് ഫണ്ട് നിക്ഷേപിക്കാനും വരുമാനമുണ്ടാക്കാനും ട്രസ്റ്റിന് കഴിഞ്ഞില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ കെഎസ്ഇബി ശമ്പള പരിഷ്കരണം നടപ്പാക്കിയെന്നും കണ്ടെത്തലുണ്ട്. ശമ്പളത്തിനും അലവൻസുകൾക്കുമായി 1011 കോടിയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയ്ക്കായി 306 കോടിയും ചെലവഴിച്ചു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതികളിലും പാളിച്ചയുണ്ടായി. 2017-2022 കാലയളവിൽ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ സർവേ നടത്തിയില്ല. 2021 എൻറോൾ ചെയ്തവരിൽ 12% വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ലഭിച്ചില്ല. 3499 വിദ്യാർത്ഥികൾ ഇ-ഗ്രാന്റ് പോർട്ടിൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടുവെന്നും കണ്ടെത്തലുണ്ട്. ജനം, തിരുവനന്തപുരം.